സഹോദരന്മാരെ, ലോകത്ത് 800-ൽ പരം കോടി ജനങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ആദിയിൽ അത് ഒരാണും ഒരു പെണ്ണുമായിരുന്നു, ആദം നബിയും ഭാര്യ ഹവ്വയും. പിന്നീട് ഇങ്ങോട്ട് കാലാന്തരങ്ങളിൽ കുറേ കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ വളർന്ന് വലിയ വലിയ സമൂഹങ്ങളായി മാറി. ഈ മനുഷ്യൻ കാലാന്തരത്തിൽ എല്ലാ കാലത്തും ആദം നബിക്ക് മുതൽ, ഒരാൾ മാത്രമായിരുന്ന ആദം നബിക്ക് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഭൂമിയിലേക്ക് അയച്ചത്. വലക്കും ഫിൽ അർളി മുസ്തഖറും വ മതാഉൻ ഇലാഹിൻ ഫലമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിനക്ക് ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം വേണ്ടുന്ന പാർപ്പിടമെല്ലാം ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, പാനീയം ഒരുക്കിയിട്ടുണ്ട്, സകല സൗകര്യങ്ങളും ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഫലമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിനക്ക് അവിടെ മാർഗനിർദ്ദേശങ്ങൾ എന്നിൽ നിന്ന് വന്ന് ലഭിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും അത് സ്വീകരിച്ചാൽ അവന് രക്ഷപ്പെട്ടു, ആരെങ്കിലും അതിനെ തള്ളിക്കടഞ്ഞാൽ അവൻ നരകശിക്ഷ അനുഭവിക്കേണ്ടതായി വരുമെന്ന് രത്നച്ചുരുക്കം. ഈ ആദമിന് നൽകിയ നിർദ്ദേശമാണിത്. ആദം നബിക്ക് ശേഷം നൂഹ് നബി വന്നു, അനേകായിരം പ്രവാചകന്മാർ വന്നു. ഈ പ്രവാചകന്മാരെല്ലാവരും അതത് കാലത്തെ ആളുകൾക്ക് ആ കാലിക പ്രോക്തമായ, ആ കാലത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടവയാണ് അള്ളാഹുവിൽ നിന്ന്. ആദമിന് കൊടുത്ത നിർദ്ദേശമല്ല, അടിസ്ഥാന നിർദ്ദേശങ്ങൾ വേറെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന നിർദ്ദേശത്തിനപ്പുറം ഓരോ കാലഘട്ടത്തിലുമുള്ള പ്രവാചകന്മാർക്ക് ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് കാലിക പ്രോക്തമായിട്ടാണ് മാർഗനിർദ്ദേശങ്ങൾ അള്ളാഹു നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി ആ പരിപാടി അള്ളാഹു അവസാനിപ്പിക്കുകയാണ്. പ്രവാചകന്മാരെ നിയോഗിക്കുക എന്ന പരിപാടി അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് 6260 പരം വചനങ്ങളുള്ള ഒരു വേദഗ്രന്ഥം, ഫുർഖാനി എന്നും ഖുർആനി എന്നുമൊക്കെ നമ്മൾ വായിക്കുന്ന ഈ പരിശുദ്ധ ഗ്രന്ഥം നൽകിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ അവസാനത്തെ പ്രവാചകനായിട്ട് നിയോഗിക്കുന്നത്. നാം നോക്കുക, അള്ളാഹുവിൻ്റെ മറ്റ് സൃഷ്ടികളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ലോകത്തുള്ള സകല ചരാചരങ്ങളും ആദിയിൽ എങ്ങനെയുണ്ടായോ ആ രൂപത്തിൽ തന്നെയാണ് പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാറ്റവും അവയിലൊന്നും വരുത്തിയിട്ടില്ല. ഉദാഹരണം, ഈ പ്രപഞ്ചത്തിന് ഊർജവും വെളിച്ചവും ചൂടും ജീവനും ഒക്കെ പ്രദാനം ചെയ്യുന്ന സൂര്യൻ. ആ സൂര്യൻ എന്നുണ്ടായോ? മനുഷ്യനൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പാണ് ഈ പ്രപഞ്ചം മഹാവിസ്ഫോടനത്തിലൂടെ ഉണ്ടായതെന്നൊക്കെ പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ നിന്നും അതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിക്കുമെന്നത് സത്യമാണ്. ആ സൂര്യൻ ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ ഡ്യൂട്ടി യാതൊരു വൈകല്യവും കൂടാതെ സുന്ദരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല, ഫിലമെൻറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ല, ചേരുവയിൽ മാറ്റം വരുത്തിയിട്ടില്ല, ഒന്നിലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്നാൽ ആ സൂര്യനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രഭയുടെ ശൂന്യത, അല്ലെങ്കിൽ അതിൻ്റെ കുറവ്, അതല്ലെങ്കിൽ അതിൻ്റെ പ്രസരിപ്പിനൊരു വാട്ടം, അതൊന്നും ഉണ്ടായിട്ടില്ല. അന്നുള്ളതുപോലെ തന്നെ പൂർണ്ണ തെളിമയോടുകൂടി അതതിൻ്റെ ഡ്യൂട്ടി യാതൊരു വൈകല്യമോ തടസ്സമോ കൂടാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളം എല്ലാ ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും ആവശ്യമാണ് പാനജലം. അത് ഉണ്ടായ അന്ന് എന്താണോ അതിലെ കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിൽ ഒരു തരി മാറ്റവും വരുത്താതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നും നിലനിർത്തുന്നത്. ഇവയ്ക്കെന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് പറയാനോ ആ മാറ്റത്തിനനുസൃതമായിട്ട് അതിൽ കൈകടത്തലുകൾ നടത്താനോ മനുഷ്യൻ ഏതെങ്കിലും തരത്തിൽ ശ്രമിക്കുന്നത് അബദ്ധജടിലമാണ്. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ
പാളിച്ചകൾ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമുക്ക് ലഭിക്കുന്ന ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, മാംസങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, ഇവയിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ ശാസ്ത്രീയമായ മനുഷ്യൻ്റെ കൈകടത്തലുകൾ നടന്നപ്പോൾ അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി വർദ്ധിച്ചു, പക്ഷെ ക്വാളിറ്റി കുറഞ്ഞു. എല്ലാം ഉൽപ്പന്നങ്ങൾ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. വളരെ ചെറിയ കാലം കൊണ്ടൊരു മാവുണ്ടാവുകയും ആ മാവിൽ നിന്ന് യഥേഷ്ടം മാങ്ങയുണ്ടാവുകയും ചെയ്യുന്നു. പണ്ടൊരു പശുവിൽ നിന്ന് അല്പം പാലാണ് ലഭിച്ചിരുന്നത് എങ്കിൽ ഇന്നൊരു പശുവിൽ നിന്ന് പശു മൊത്തം പാലാണ് എന്ന അവസ്ഥയിലാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. പശുവിൻ്റെ അകിടിലായി മനുഷ്യൻ്റെ ശ്രദ്ധ. അതിൻ്റെ കാലോ കയ്യോ മറ്റ് കാര്യങ്ങളോ ഒന്നിലും ഒരു പ്രസക്തിയുമില്ല. അകിട് എത്രമാത്രം വലുതാക്കാൻ പറ്റും, അതിലെത്രമാത്രം പാലുണ്ടാക്കാൻ പറ്റും എന്ന ചിന്ത. കോഴിയുടെയും എല്ലാം, ഇതൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ മനുഷ്യൻ കൈകടത്തിയപ്പോൾ ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളൊക്കെയും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിൽ ഉള്ള അസുഖങ്ങളൊക്കെ ഈ ഭക്ഷണം, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഇന്നോളം ഇവിടെ ഈ മണ്ണും ഇതിലുള്ള വിഭവങ്ങളുമൊക്കെ വളരെ നല്ല നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജീകരിച്ചതാണ്. അവയ്ക്ക് മാറ്റം വരുത്തിയപ്പോഴാണ് വീഴ്ചകളും കുറവുകളും ഉണ്ടായത്. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച വിമാനം നമുക്കറിയാം. റൈറ്റ് സഹോദരന്മാർ 1912 ഓടിച്ച 12 സെക്കൻഡ് ആകാശത്ത് തങ്ങി നിന്ന ഒരു വിമാനമാണ്. ആരാണ് വിമാനം കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പറയാം അത് റൈറ്റ് സഹോദരന്മാരാണെന്ന്. പക്ഷേ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിച്ച വിമാനത്തിലാണോ നമ്മളിന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അത് അനുദിനം അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇന്ന് നമ്മൾ ഏറ്റവും നല്ല വിമാനത്തിൽ ഏറ്റവും സൂപ്പർസോണിക് ഹൈ ക്വാളിറ്റി ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിമാനമാണ് എന്ന് ഇന്ന് നമ്മൾ പറയുമ്പോൾ നാളെ ഈ വിമാനത്തിനും മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ കാൾ ബെൻസ് കണ്ടുപിടിച്ച കാറിലല്ല നമ്മളിന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തോമസ് ആൽവാ എഡിസൺ കണ്ടുപിടിച്ച ബൾബല്ല ഇന്ന് നമ്മൾ കത്തിക്കുന്നത്. എല്ലാറ്റിലും അനുദിനം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യൻ നിർമ്മിക്കുന്ന സകല വസ്തുക്കളിലും അപ്ഡേഷൻ ഉണ്ട്. അള്ളാഹു നിർമ്മിച്ച യാതൊരു വസ്തുവിലും അപ്ഡേഷൻ ഇല്ല, മനുഷ്യനൊഴികെ. മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താ കാര്യം? അവൻ്റെ സാധ്യത അതിഭയങ്കരമാണ്. മൈറ്റി ഓഫ് എ മാൻ, ഒരു മനുഷ്യൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് എത്രയോ അപ്പുറമാണ്. അവൻ നന്നാവുകയാണ് എങ്കിൽ, നല്ല നിലയിൽ അവൻ്റെ ബുദ്ധിയെ മനുഷ്യൻ ഉപയോഗിക്കുകയാണെങ്കിൽ മലക്കുകളെക്കാൾ ഉയരാൻ അവന് സാധിക്കും. എന്നാൽ ആ ബുദ്ധി ദുഷ്പ്രവണതകൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ മൃഗങ്ങളെക്കാൾ താഴ്ന്ന നിലയിലേക്ക് പോകാനും അത് കാരണമാകും. അപ്പോൾ ഇത്രയ്ക്ക് സാധ്യതയുള്ളൊരു മനുഷ്യൻ, മലക്കുകൾ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ച ചോദ്യം നമ്മളെല്ലാവരും സൂറത്തുൽ ബഖറയിലും മറ്റും ഓതിയതാണ്. ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അപ്പോൾ അള്ളാഹു പറഞ്ഞ ഉത്തരം ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എന്തിനാണ് അവയുടെ മനുഷ്യരുടെ സാധ്യതകളെക്കുറിച്ച് ഏകദേശം ഒരു വിശദീകരണം അള്ളാഹു മലക്കുകൾക്ക് നൽകിയിട്ടുണ്ടാവും. അപ്പോഴാണ് പറയുന്നത്, എന്തിനാ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു വർഗത്തെ നീ സൃഷ്ടിക്കുന്നത്? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. നിന്നെ പ്രകീർത്തിക്കുകയും നിൻ്റെ സൃഷ്ടികർത്തൃത്വത്തെ അംഗീകരിക്കുകയും നിന്നെ സദാസമയവും തസ്ബീഹും തഹ്ലീലും തക്ബീറും ഒക്കെ ചെയ്യാൻ ഞങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഒറ്റ വാക്കിൽ പറഞ്ഞ മറുപടി ഖാല ഇന്നിയും അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും എനിക്കറിയാം എന്നാണ്. കാരണം എന്താണ്? ഇവിടെ മലക്കുകളെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരൊറ്റ സിസ്റ്റമാണ് മലക്കുകളിലുള്ളത്. എന്താണ്? അള്ളാഹു എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യുക. അവൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ മനുഷ്യനോ വഹദൈനാഹുൻ നജ്ദൈൻ, അവന് 2 മാർഗങ്ങൾ, 2 സാധ്യതയാണ്. 2 in 1 ആണ് മനുഷ്യൻ. നമ്മൾ റേഡിയോയുടെ സിസ്റ്റവും ബോർഡും ടേപ്പ് റിക്കാർഡറിൻ്റെ ബോർഡും ഒന്നിൽ സൃഷ്ടിച്ചിട്ട് അങ്ങനെ റേഡിയോയും ടേപ്പും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. അതുപോലെ മനുഷ്യനിൽ നന്മയുടെ ഒരു ബോർഡും തിന്മയുടെ ബോർഡും ഉണ്ട്. ആ നന്മയുടെയും തിന്മയുടെയും സാധ്യതകൾക്ക് അനുഗുണമാകുന്ന വിഭവങ്ങളും ഈ ഭൂമിയിലുണ്ട്. അങ്ങനെയാണ് മനുഷ്യനെ ഇവിടേക്ക് വിടുന്നത്. എന്നിട്ട് ഫലമായി എത്തി എന്നക്കും മിന്നി ഹുദ, എന്നിൽ നിന്ന് മാർഗദർശനം സംഭവിച്ചാൽ ഉണ്ടായാൽ ആരാണോ അത് പിൻപറ്റുന്നത് അവന് രക്ഷയുണ്ട്, മോക്ഷമുണ്ട് എന്നാണ്.
അങ്ങനെ ഈ അനന്ത സാധ്യതകളുള്ള മനുഷ്യനെ ഈ ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചതിന് പുറമെ മനുഷ്യനും വളരെയധികം വികസിച്ചിട്ടുണ്ട്. മൃഗങ്ങൾ തുടങ്ങിയിടത്ത് നിൽക്കുമ്പോൾ മനുഷ്യൻ അതിനൊക്കെ എത്രയോ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ വികസനത്തിൻ്റെ ഗുണഭോക്താക്കളാണ് നാം ഓരോരുത്തരും. അനുദിനം ഒരു 10, 30, 40 കൊല്ലം മുമ്പുള്ള സാഹചര്യമല്ല ഇന്നുള്ളത്. ഇനി ഇന്നുള്ള സാഹചര്യമായിരിക്കില്ല ഇനിയും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാലുണ്ടാവുക. ഒരു 50 വർഷം മുമ്പ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ഒരാൾ എങ്ങാനും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യങ്ങളെ കുറിച്ച് അറിവുണ്ടാവുകയാണെങ്കിൽ അവർ അത്ഭുത പരതന്ത്രരായി പോകും. അത്രയ്ക്ക് മനുഷ്യൻ ബുദ്ധിപരമായിട്ട് വികസിച്ചിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ ഗുണഭോക്താക്കളും ഉപഭോക്താക്കളും ഒക്കെയാണ് നാം ഓരോരുത്തരും. അങ്ങനെയുള്ള മനുഷ്യൻ്റെ സാധ്യത വളരെ വലുതായതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരൊറ്റ ജീവിയെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മലക്കുകളെയും വചനങ്ങളും പ്രവാചകന്മാരെയും വചനങ്ങളെയും ഇറക്കിയത്. ഓരോ കാലഘട്ടത്തിലും ഒരു സമയത്ത് തന്നെ 3, 4, 5 പ്രവാചകന്മാർ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ 2, 3 പ്രവാചകന്മാർ ഒന്നിച്ചുണ്ടായിട്ടുണ്ട്. ഖുർആനിൽ നിന്ന് ഇബ്രാഹിം നബിയുടെയും യൂനുസ് നബിയുടെയും യൂസുഫ് നബിയുടെയും മറ്റു പ്രവാചകന്മാരുടെയും ഒക്കെ ചരിത്രമടങ്ങുന്ന അധ്യായങ്ങൾ വായിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 2-ലധികം പ്രവാചകന്മാർ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. 3 അതിലധികമോ പ്രവാചകന്മാർ ഒരേ സമയത്ത് ഭൂമിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ കാണുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഈ മനുഷ്യനെ കാലികമായി അപ്ഡേറ്റ് ചെയ്തു കൊണ്ടുപോകുന്ന മനുഷ്യനെ ആത്മീയമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടിയ ഏതെങ്കിലും ഒരു വേദവചനങ്ങൾ കൊണ്ട് ആധുനിക മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുകയില്ല എന്നതുകൊണ്ടാണ് തൗറാത്തിനെയും അതുപോലെ തന്നെ സബൂറിനെയും ഇഞ്ചീലിനെയും ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പ്രവാചകന്മാർ വന്നത്. കാരണം ആ കാലത്തേത് ആ കാലത്തേക്ക് മാത്രമുള്ളതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനുമായിട്ട് അള്ളാഹു മുഹമ്മദ് നബിയെ പ്രവാചകനായി നിയോഗിച്ചപ്പോൾ ആ ഖുർആൻ കാലിക പ്രോക്തവും കാലാതീതവുമായിട്ട് നിലകൊള്ളുന്നു എന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. നാം ഇന്ന് 2021 ജീവിക്കുമ്പോൾ ഇനിയും ഒരു 2021 അതിൻ്റെ 10 മടങ്ങോ കാലം ലോകാവസാനത്തിന് വേണ്ടി ഉണ്ടെങ്കിൽ അത്രയും കാലത്തെ മാനുഷികത്തെ സമ്പൂർണ്ണമായി ആത്മീയമായും ഭൗതികമായും സംസ്കരിച്ചെടുക്കുന്നതിനാവശ്യമായ സകല കാര്യങ്ങളും അടക്കിയിട്ടാണ് ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഖുർആൻ പ്രവാചകൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിൻ്റെ ഖാതമുൽ അംബിയാ എന്ന് പറയുന്ന പരിസമാപ്തി കുറിച്ചുവെങ്കിലും അതിൻ്റെ പ്രയോക്താക്കളും വിശ്വാസികളും പ്രബോധകരുമാണ് നാം ഓരോരുത്തരും. അപ്പോൾ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതൊരു നാവ് മാത്രമായിരുന്നില്ല. അതല്ലെങ്കിൽ ഖുർആനിൻ്റെ ഒരു കോപ്പി ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൈ മാത്രമായിരുന്നില്ല. ഒരു നാവ് മാത്രമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രവാചകന് ഖുർആൻ വചനങ്ങൾ ഓതിക്കൊടുത്തിട്ട് അങ്ങ് തിരിച്ചു പോകാമായിരുന്നു. ഒരു കൈ മാത്രമായിരുന്നുവെങ്കിൽ ഖുർആനിൻ്റെ ഒരു കോപ്പി അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തിട്ട് പ്രവാചകന് തിരോധാനം ചെയ്യാമായിരുന്നു. 23 വർഷക്കാലം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും സ്വയം സ്വാംശീകരിക്കുകയും പ്രയോഗപദത്തിൽ കൊണ്ടുവരികയും എന്നിട്ട് അത് ജനങ്ങളിലേക്ക് പ്രബോധനം നാവ് കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും ചെയ്യുകയായിരുന്നു. ഇതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച സംഗതി. ഇവിടെ ആമുഖമായി സൂറത്ത് ഇസ്രായിൽ നിന്ന് ഞാൻ പാരായണം ചെയ്ത ഒരായത്ത് വളരെ പ്രസക്തമാണ്. വമാ മനാന്നാസ അൻ യുഅ്മിനു, വിശ്വസിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയുന്ന കാര്യമെന്താണ്? ഇത് ജാഅഹുമുൽ ഹുദ, അവർക്ക് നേർമാർഗം വന്നു കിട്ടുമ്പോൾ ഇല്ല അൻകാൽ, ഒന്നുമില്ല, അവർക്ക് പ്രവാചകൻ കൊണ്ടുവന്ന വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമാകുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇല്ല അൻകാലു അബഅസല്ലാഹു ബശറർ റസൂല, ഒരു മനുഷ്യനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി നിയോഗിച്ചത് എന്നാണ്. മുഹമ്മദ് നബിക്ക് അന്നത്തെ ആളുകൾ കണ്ട ഏറ്റവും വലിയ കുറവെന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി ഒരു മനുഷ്യൻ മാത്രമാണ് എന്നതാണ്.
അത് മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, മാലി ഹാദർ റസൂൽ യഅ്കുലു തആമ വ യംശി ഫിൽ അസ്വാഖ്. എന്താണ് ഈ പ്രവാചകൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയും പട്ടണത്തിലൂടെയൊക്കെ നടക്കുകയും ജനങ്ങളോട് സംവദിക്കുകയും കച്ചവടം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു? ആ തരത്തിലാണോ ഒരു പ്രവാചകൻ വേണ്ടത്? അതൊരിക്കലും മനുഷ്യൻ എത്തിപ്പെടുന്നതിനപ്പുറമുള്ള ഒരു സൃഷ്ടിയായിരിക്കണ്ടേ എന്ന ചിന്താധാരയാണ്. ആ ധാര ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. എല്ലാ മതങ്ങളിലുമുണ്ട്, എല്ലാ മതസംഘടനകളിലുമുണ്ട് എന്നതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കാതെ, സാധാരണ മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കാതെ, ഒരു പ്രത്യേക തരത്തിൽ ഉള്ള വസ്ത്രധാരണമൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എന്ന് കാണിക്കുന്നതിനുള്ള ഒരു നിഗൂഢ ശ്രമം, ആ ശ്രമത്തിലൂടെ പൗരോഹിത്യവും ദൈവികതയും നിലനിർത്തിയിട്ട് ആളുകളെ അടിയാന്മാരായിട്ട് അടിമകളാക്കിയിട്ട് ഞങ്ങൾ പറയുന്നത് അറിയുകയേ വേണ്ടൂ, അതിനപ്പുറം ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന തരത്തിൽ പൗരോഹിത്യം കാലാകാലങ്ങളിൽ ഈ നമ്മുടെ നാടുകളിലും നമ്മുടെ ഇടയിൽ തന്നെയും വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രവാചകന് ജനങ്ങൾ കണ്ട അയോഗ്യത എന്താണ്? ഒരു മനുഷ്യനായിപ്പോയി എന്നതാണ്. കുൽ, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ലൗ കാന ഫിൽ അർളി മലായിക്കത്തെ യംശൂന മുത്മഇന്നീന, വളരെ സമാധാനത്തോടുകൂടി ഈ ഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ ലനസ്സൽനാ അലൈഹിം മിനസ്സമായി മലക്കർ റസൂല, ഉപരിലോകത്ത് നിന്ന് നാം അവർക്കിടയിൽ മലക്കുകളെയാണ് പ്രവാചകനായിട്ട് നിയോഗിക്കുക. ഇങ്ങനെ കുറേ സരസമായ നിലയിൽ വലിയ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നമുക്ക് അടിക്കടി കാണുവാൻ സാധിക്കും. മലക്കുകളാണ് ഈ ലോകത്തിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മലക്കുകളെ ആയിരിക്കും പ്രവാചകനാക്കുക. പ്രവാചകരായിട്ട് മനുഷ്യനെ നിയോഗിക്കുന്നത് പ്രബോധിതരായ ആളുകൾ മനുഷ്യരാണ് എന്നതുകൊണ്ടാണ്. എന്താ കാര്യം? മലക്കാണ് പ്രവാചകനായിട്ട് മനുഷ്യർക്കിടയിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കും, നിനക്കെന്താ? നിനക്ക് ഭക്ഷണം കഴിക്കണ്ട, മക്കളുണ്ടാവണ്ട, വിവാഹം ചെയ്യണ്ട, ജോലി ചെയ്യണ്ട, ഉറങ്ങണ്ട, ഉണരണ്ട, വിസർജിക്കണ്ട, ഒന്നും ചെയ്യണ്ട. നിനക്ക് അള്ളാഹുവിനെ ആരാധിച്ച് 24 മണിക്കൂറും ഇങ്ങനെ പള്ളിയുടെ ഒരു മൂലയിൽ കഴിഞ്ഞുകൂടുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? നിനക്കിതൊന്നും ആവശ്യമില്ലല്ലോ. അതുപോലെയല്ല നമ്മളെ കാര്യമെന്ന് ന്യായം പറഞ്ഞിട്ട് പിന്മാറാൻ അവർക്കൊരവസരമുണ്ടാകും. എന്നാൽ പ്രവാചകനാരാണ്? മറ്റ് പ്രബോധിത സമൂഹത്തിലുള്ള മുഴുവൻ മനുഷ്യരും അനുഭവിക്കുന്ന എല്ലാ തരത്തിലും പെട്ട പ്രശ്നങ്ങൾ പ്രവാചകർ ഓരോ കാലത്തും എല്ലാ പ്രവാചകന്മാരും അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് വിശന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വിശപ്പ് വർദ്ധിക്കും, വിസർജിക്കേണ്ടതുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ടായിട്ടുണ്ട്, അവരെ പോറ്റുന്നതിന് വേണ്ടി ജീവിതായോധനത്തിന് വേണ്ടി വഴികൾ ആരാഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ എന്തു ചെയ്യുന്നത്? ആ കൂട്ടത്തിലെ ഏറ്റവും അത്യുത്കൃഷ്ടനായ അഷ്റഫുൽ ഖൽക്കായ മനുഷ്യനായിട്ട് പരിവർത്തിതനാകുന്നത്. അങ്ങനെ പ്രവാചകൻ നാവ് മാത്രമല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം സമ്പൂർണമായിട്ടും പ്രബോധനം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞുപോയത്. അതുകൊണ്ടാണ് വെറും 23 വർഷം കൊണ്ട് വിപ്ലവകരമായ മാറ്റം അറേബ്യയിലും പ്രാന്തപ്രദേശങ്ങളിലും ഉണ്ടാക്കിയെടുക്കുവാൻ പ്രവാചകന് സാധിച്ചത്. ഇവിടെ ആ പ്രവാചകനെ അനുധാവനം ചെയ്തുകൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും നാം ഓരോരുത്തരും പ്രബോധകരുമാണ്. ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള പണി എന്താണെന്ന് ചോദിച്ചാൽ പ്രബോധനം ചെയ്യുകയാണ് എന്ന് പറയുവാൻ വേണ്ടി സാധിക്കും. എന്താ കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ എന്ന്. പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ പറയുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പ്രബോധനം ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താതെ ഒരാൾക്കും അയാളുടെ നാട്ടിലോ അറിവിലോ പ്രദേശത്തോ ഒരു പ്രബോധന പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ ആത്യന്തികമായിട്ട് പ്രവാചകനായാലും ശരി, മറ്റു പ്രബോധകരായാലും ശരി, സ്വന്തം ജീവിതത്തിൽ ഇവയൊക്കെയും എന്താണോ പ്രബോധനം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് സമ്പൂർണമായും പാലിക്കേണ്ടതുണ്ട്. അങ്ങനെ പാലിക്കുന്നതുണ്ടെങ്കിൽ മാത്രമേ വലിയ അത്ഭുതങ്ങൾ, മാറ്റങ്ങൾ ലോകത്തുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. യൂറോപ്യന്മാർ കടൽ തീരത്തെ കക്ക പെറുക്കിയിട്ട് നഗ്നത മറക്കണമെന്ന ബോധമില്ലാതെ
കടൽ തീരത്ത് കക്ക പെറുക്കിയിട്ട് പച്ചങ്ങനെ തിന്നിരുന്ന കാലത്താണ് കോർദോവ യൂണിവേഴ്സിറ്റിയൊക്കെ അറേബ്യയിലുണ്ടായിരുന്നത്. ആർണോൾഡ് ജോസഫ് ടോയിൻബിയെ പോലുള്ള ചിന്തകർ വെൻ ദി വെസ്റ്റ് വാസ് സങ്ക് ഇൻ ഡാർക്ക്നെസ് എ ബ്രൈറ്റ് സ്റ്റാർ റോസ് ഇൻ ദി ഈസ്റ്റേൺ ഫർമമെന്റ്സ് ആൻഡ് ഗേവ് ലൈറ്റ് ആൻഡ് കംഫർട്ട് ടു ദി ഗ്രോണിംഗ് പീപ്പിൾ എന്ന് ആർണോൾഡ് ജോസഫ് ടോയിൻബിയെ പോലുള്ള ആളുകൾക്ക് പറയേണ്ടി വന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയ അത്ഭുതകരവും വിപ്ലവകരവുമായ പരിവർത്തനം കൊണ്ടാണ്. ഒരു പ്രവാചകന് നമ്മളെപ്പോഴും മക്കയിലെത്തിയിട്ട് മരിക്കണം, മദീനയിലെത്തിയിട്ട് മരിക്കണം എന്നൊക്കെ ആൾക്കാർ ചിലർ പറയാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് ലോകത്ത് ഏറ്റവും ദുഷിച്ച സമൂഹം മക്കയായതുകൊണ്ടാണ് ആ പ്രദേശത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിച്ചത്. അല്ലാണ്ട് അവിടുത്തെ പുണ്യവാന്മാരായ ആളുകളുള്ള ഒരിടത്തേക്കല്ല ഒരിക്കലും അല്ലാഹു പ്രവാചകനെ നിയോഗിക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ആ പ്രദേശത്തേക്ക് നിയോഗിച്ചത് ഏറ്റവും വലിയൊരു ദുഷ്കൃത്യം ആ നാട്ടിൽ നടമാടിക്കൊണ്ടിരുന്നപ്പോഴാണ്. ഏത് പ്രവാചകൻ്റെ ചരിത്രം എടുത്തു നോക്കിയാലും നാം ഇപ്പോൾ ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞു, ഹജ്ജ് കഴിഞ്ഞു, അതോടനുബന്ധിച്ചുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. അവിടെയൊക്കെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ഒക്കെ നമ്മൾ ഓർത്തു. എന്തിനാണ് ഇബ്രാഹിം നബി ആ കാലത്ത് പ്രവാചകനായിട്ട് വന്നതും ആ ഇബ്രാഹിം നബിയെ മില്ലത്ത് മാതൃകയാക്കണമെന്ന് മുഹമ്മദ് നബിയോട് പോലും അള്ളാഹു കൽപ്പിച്ചതും എന്ന് നമ്മൾ നോക്കിയാൽ ആരാധനയുടെ മൂർത്തിമദ്ഭാവം ആ കാലത്ത് ആ പ്രദേശത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു നാട് ഏറ്റവും മോശമായി അധപ്പതിക്കുമ്പോഴാണ് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിക്കുക. അറേബ്യ എല്ലാ അർത്ഥത്തിലും നമുക്കറിയാം, സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുകയും ഞാൻ മരിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെ ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിലെങ്കിലും കുഴിച്ചിടണം എന്ന വിധത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോവുകയും സ്ത്രീയെ ഒരു സുഖഭോഗ വസ്തു മാത്രമായിട്ട് പരിഗണിക്കുകയും കുടുംബങ്ങളും രണ്ടുപേർ കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ യുദ്ധം, അടി, ഗോത്രങ്ങൾ തമ്മിൽ, അങ്ങനെ എല്ലാ അർത്ഥത്തിലും സാംസ്കാരികമായും ധാർമ്മികമായും അധപ്പതിക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. അറേബ്യയിൽ അഷ്റഫുൽ ഖൽഖ് ഖാതമുൽ അംബിയാ മുഹമ്മദ് നബിയെ നിയോഗിച്ചതിന് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏകദേശം മക്ക മദീന പ്രദേശത്ത് നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലേക്കും മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്കും ഏകദേശം തുല്യ ദൂരത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഈ പ്രബോധന കാര്യങ്ങൾ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് ഭൂമിയുടെ നടുമധ്യമാണ് മക്ക എന്നൊന്നും പറയുന്നതിൽ കാര്യമായ ശാസ്ത്രീയതയില്ല എന്ന് ആണെങ്കിൽ പോലും ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന ആ പ്രദേശത്ത് നിന്ന് എവിടേക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും എന്നതുകൊണ്ടാണ്. നമ്മൾ തലസ്ഥാനമൊക്കെ ഏതെങ്കിലും അറ്റത്തേക്ക് നിയോഗിക്കുന്നത് പോലെയല്ല ഇസ്ലാമിൻ്റെ തലസ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അറേബ്യയിൽ നിയോഗിച്ചത്. അതിൻ്റെ പിന്നിൽ ആ തരത്തിലുള്ളൊരു കാരണം കൂടി ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഏറ്റവും ദുഷ്കരമായ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ പ്രബോധനം ചെയ്യുക എന്നതാണ്. അത് ചെയ്യണമെങ്കിൽ ആദ്യം പ്രബോധനം ചെയ്യുന്ന ആളുകൾ എല്ലാ നിലയ്ക്കും സംശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. അതാണ് പാട്. ഇസ്ലാഹും തർബിയത്തും തസ്കിയത്തും ഒക്കെ അങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുള്ള ആളുകൾ പറയുമ്പോഴാണ് അതില്ലാത്ത ആളുകൾക്ക് അതിലേക്ക് ആകർഷണം തോന്നുക. നമ്മളൊക്കെയും വല്ലാതെ ആലോചിക്കേണ്ടുന്നൊരു വിഷയമാണിത്. ഇസ്ലാം എന്നത് പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, ഗ്രന്ഥരചന നടത്താൻ മാത്രമുള്ളതല്ല, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ലേഖനങ്ങൾ എഴുതിവിടാനുള്ളത് മാത്രമല്ല, അത് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് കാലത്തിൻ്റെ തേട്ടമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാലത്തിന് അങ്ങനെ ഒരു തേട്ടമുണ്ട്. ഇന്ന് എല്ലാ നിലക്കും എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇസ്ലാമിനെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി, കരിവാരി തേക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവർക്കെതിരെയൊക്കെയും നമ്മൾ പ്രതിഷേധത്തിൻ്റെ വിരൽ ചൂണ്ടുമ്പോൾ മനസ്സുകൊണ്ടെങ്കിലും അവരെ വെറുക്കുകയോ അല്ലെങ്കിൽ അവരെ ശപിക്കുകയോ അവരെ കുറ്റം പറയുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തതിന് നമ്മളിൽ നിന്ന് വല്ല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലുള്ള ഒരു വചനം പോലും വൃഥാവിലാവുകയില്ല.
ഖുർആൻ പറയുന്ന സംഗതി അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ എന്നതാണ്. നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. എവിടെയെങ്കിലും നിങ്ങൾ നീചരായിട്ട് ഗണിക്കപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ നികൃഷ്ടരായിട്ട് പരിഗണിക്കപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്ര തടസ്സപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് ക്ഷണം ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പറഞ്ഞ കണ്ടീഷൻ, ആ ക്ലോസ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ സത്യവിശ്വാസികളാണ് എങ്കിൽ. അങ്ങനെ സത്യവിശ്വാസികളാവുക എന്നതാണ് നമ്മളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന തേട്ടം. അങ്ങനെ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ചിട്ട് കർമ്മങ്ങൾ സ്വജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നമ്മെ അംഗീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന വിപ്ലവകരമായ സൂര്യ തേജസ് നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, നാടുകളിൽ ഒക്കെയും തെളിഞ്ഞുണ്ടാവുക തന്നെ ചെയ്യും. അതിനുള്ള ശ്രമം നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുണ്ടാകണം. അതിന് റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്കേവർക്കും തൗഫീഖും സന്മനസ്സും ഇൽമും ഹിക്കമും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്ത്, ഊസീകും വനഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഉയൈനത്ത് ബിൻ അബി സുഫിയാൻ അദ്ദേഹം തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകനോട് പറഞ്ഞ ഒരു വാക്കുണ്ട്: എൻ്റെ കുട്ടിക്ക് താങ്കൾ നൽകുന്ന സംസ്കരണത്തിൻ്റെ ബാലപാഠം താങ്കളുടെ സ്വന്തം സംസ്കരണമായിരിക്കണം. അവരുടെ കണ്ണുകൾ താങ്കൾക്കുമേൽ തറക്കുന്നു. താങ്കൾ ചെയ്യുന്നതാണ് അവർക്ക് നന്മ, ചെയ്യാതിരിക്കുന്നത് തിന്മയും. ഒരു അധ്യാപകന് വേണ്ടുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഇതാണ്. താൻ പറയുന്നത്, താൻ നിർദ്ദേശിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ പാലിക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ മാത്രമല്ല അധ്യാപകരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മാതൃകയാണ്. മാതാപിതാക്കൾ മാതൃകയാവണം, അധ്യാപകർ മാതൃകയാകണം. അതുപോലെ തന്നെ ഗുരുജനങ്ങളെന്ന് വിശേഷിപ്പിക്കുന്ന മുതിർന്ന ആളുകൾ എല്ലാവരും കുട്ടികൾക്ക് മാതൃകയാകണം. ആ മാതൃക നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചതുപോലെയുള്ള ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം. കൽപ്പിക്കുകയല്ല വേണ്ടത്, പറയുകയല്ല വേണ്ടത്. റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രസംഗം നമ്മുടെ മുന്നിലുള്ളത് ഹജ്ജത്തുൽ വദായിലുള്ള പ്രസംഗമാണ്. എത്ര മിനിറ്റാണ് ആ പ്രസംഗം? മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മാരത്തോൺ പ്രസംഗങ്ങൾ നടത്തിയിട്ടല്ല പ്രവാചകൻ വിപ്ലവം സാധിച്ചത്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അങ്ങനെ പറയുന്ന സഹാബികൾ മുഴുവനും വലിയ വലിയ പ്രാസംഗികരായിരുന്നില്ല. പ്രസംഗിച്ചിട്ടല്ല അവർ ഇസ്ലാം പ്രബോധനം ചെയ്തത്, പ്രവർത്തിച്ചിട്ടാണ്. അത് സ്വജീവിതത്തിൽ കാണിച്ചുകൊണ്ടാണ്. ആ കുട്ടികൾക്ക് ഒരു അധ്യാപകൻ മാതൃകയാകേണ്ടത് പോലെ തന്നെ നാം ഓരോരുത്തരും ഈ സമൂഹത്തിന് മാതൃകയാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നന്മകൾ ഉണ്ടാവുകയുള്ളൂ. നന്മകൾ ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ടും തിന്മകൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ടും ഇസ്ലാമിക രാഷ്ട്രങ്ങളെന്ന് പറയുന്ന സൗദി അറേബ്യ മുതൽ താജിക്കിസ്ഥാൻ വരെയുള്ള രാജ്യങ്ങളൊക്കെ ഇസ്ലാമിലെ ഓരോ അധ്യാപനങ്ങളെയും കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദുഷ്കരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ് താജിക്കിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ വചനത്തിനെ സമ്പൂർണ്ണമായി എതിർത്തുകൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 90% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന താജിക്കിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് എന്ന് പറയാവുന്ന സൗദി അറേബ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തീർച്ചയായിട്ടും ഭയത്തോടുകൂടി കാണേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്.
ഇസ്ലാമിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയല്ല. അവിടെ ഉറബാകൾക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൂബാലിൽ ഉറബാ എന്ന് പറഞ്ഞു. എന്താണ്? ലോകത്ത് ഫസാദ് വർദ്ധിക്കുമ്പോൾ, കുഴപ്പങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഇസ്ലാഹിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇസ്ലാഹി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഉറബാക്കൾ. ഉറബാക്കൾക്ക് മംഗളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞു. തൂബാലിൽ ഉറബാ എന്ന്. അപ്പോൾ ഈ രൂപത്തിൽ ലോകം നശിക്കുകയാണ് എങ്കിൽ ആ നാശത്തിൻ്റെ കൂടെ ഞങ്ങളും അങ്ങ് സഞ്ചരിച്ച് കളയാം എന്ന് തീരുമാനിച്ചിട്ട് അച്ചാരം വാങ്ങിച്ച ഉലമാക്കളൊക്കെ ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇസ്ലാമിനെക്കുറിച്ച് ഏതായാലും മോശം അഭിപ്രായമാണ് ലോകത്തിനുള്ളത്. അതുകൊണ്ട് മെല്ലെ ഇസ്ലാമിൽ നിന്ന് അങ്ങ് ഊരിയിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ സംതൃപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഫത്വകൾ ഇറക്കാമെന്ന നിലയിൽ കുറേ ആളുകൾ ഇറങ്ങിയിരിക്കുന്ന ഒരു കാലമാണ്. അത് തന്നെയായിരിക്കാം ചിലപ്പോൾ ഞാൻ പറഞ്ഞ താജിക്കിസ്ഥാനിൽ നിന്നുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്തകൾക്കും നിദാനം. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. എവിടെയാണോ കേടുവന്നത് അവിടെ വൃത്തിയാക്കുക. ആ വൃത്തിയാക്കാനുള്ള പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്തവരാണ്. അത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മിൽ അതുണ്ടാകണം, നമ്മിൽ വൃത്തിയുണ്ടാവണം. സ്വയം നാറിക്കൊണ്ട് മറ്റുള്ളവരുടെ നാറ്റം പോക്കാൻ സാധിക്കുകയില്ല. സ്വയം സുഗന്ധം പൊഴിക്കുന്നവരായിരിക്കണം, സ്വയം പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നവരായിരിക്കണം. ആ പ്രകാശത്തിൽ നിന്ന് വെട്ടിത്തിളങ്ങണം ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളും, ഈ ബ്രഹ്മാണ്ടത്തിലെ സകല അണ്ടകടാഹങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രകാശം നമ്മുടെ ഈമാനിൻ്റെ പ്രകാശമാണ്, ഇസ്ലാഹിൻ്റെ പ്രകാശമാണ്, നമസ്കാരത്തിൻ്റെ പ്രകാശമാണ്, നോമ്പിൻ്റെയും ഹജ്ജിൻ്റെയും സക്കാത്തിൻ്റെയും സ്വതക്കയുടെയും പ്രകാശമാണ്. ആ പ്രകാശങ്ങളോടൊപ്പം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന എല്ലാ തരത്തിലും പെട്ട നന്മയുടേതാണ്. ഖുർആനും ഹദീസും ഒരു മനുഷ്യൻ ഭൗതിക ലോകത്ത് എത്ര മാത്രം സത്യസന്ധരമായി ജീവിക്കണമെന്നതിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അത് ആ ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകാവസാനം വരെയുള്ള മാനുഷികത്തിന് മുഴുവൻ ഗുണപരമായ മാതൃകയാകുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും ആചരിക്കേണ്ടതാണ്. അങ്ങനെ ആചരിച്ചെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നാം വിചാരിക്കുന്ന ഫലം ഈ ലോകത്തുണ്ടാവുകയുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെയും അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി കുട്ടികളെ സ്കൂളുകളിലേക്കും മദ്രസകളിലേക്കും ഒക്കെ വിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നന്നായിട്ടില്ലെങ്കിലും മോശമാകാതെ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ലോകമുള്ളത്, നമ്മുടെ കുടുംബങ്ങളുള്ളത്. അതുകൊണ്ട് ഒരു തിന്മയും നമ്മൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി പാടില്ല. വല്ല തിന്മയും നമ്മളിലുണ്ടെങ്കിൽ അത് നമ്മളിൽ ഒതുങ്ങണം. ഒരു കളവ് കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയാൻ വേണ്ടി പാടില്ല. നമ്മുടെ വീടുകളിൽ ആ തരത്തിലുള്ള ഒന്നും ഉണ്ടാകുവാൻ പാടില്ല. എല്ലാ നന്മയുടെയും കേന്ദ്രമായിട്ട് നമ്മുടെ വീടുകൾ പരിവർത്തിപ്പിക്കപ്പെടണം. അധ്യാപകർക്ക് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടി അവരെ ഇടയ്ക്കിടെ സന്ദർശിക്കുന്നതിനുള്ള സന്മനസ് കാണണം. ഒരു വലിയ അപകടത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോലത്തിൽ പോയാൽ തീർച്ചയായിട്ടും ഏറ്റവും മോശമായ ഒരു പര്യന്തമായിരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കപ്പലാണ് കുടുംബം എന്ന് പറയുന്നത്. അതിനൊരു വളരെ ചെറിയ ദ്വാരം മതി. ആ ദ്വാരത്തെ നിസ്സാരവൽക്കരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കപ്പലും അതിലുള്ള സകലതും മുങ്ങിച്ചാവുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ആ ഒരു ദ്വാരം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ എത്രയും അടിയന്തരമായിട്ട് ആ ദ്വാരം അടച്ച് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനുവേണ്ടി നാം ഓരോരുത്തരും കുടുംബങ്ങളിൽ ജാഗരൂകരാകേണ്ടതുണ്ട്. മക്കളുടെ ഇടയിലും ഭാര്യയുടെ ഇടയിലും മറ്റ് നമ്മെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളുടെ ഇടയിലും ഒക്കെ ആ തരത്തിലുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം. പ്രായപൂർത്തിയായാൽ കല്യാണം കഴിക്കാം, കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാകും. അത് മനുഷ്യരുടെ മാത്രം പ്രത്യേകതയല്ല, സകല ചരാചരങ്ങളുടെയും പ്രത്യേകതയാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനുശേഷം ആ മക്കളെ എങ്ങനെ സംരക്ഷിക്കുന്നു, മാതൃകായോഗ്യമായിട്ട് അവരെ വളർത്തുന്നതിന് വേണ്ടി നാം എന്തൊക്കെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അങ്ങനെ നമ്മുടെ വീട് നന്നായാൽ തീർച്ചയായിട്ടും അയൽവാസികൾ നമ്മെക്കുറിച്ച് സുരക്ഷിതരായാൽ ആ അയൽപക്കക്കാർക്ക് ഒരു മുസ്ലിം കുടുംബം എന്ന നിലയിൽ നമ്മോടൊരു മതിപ്പുണ്ടാകും. അങ്ങനെയാണ് എല്ലാ തരം ഇസ്ലാമോഫോബിയയിൽ നിന്നും ഈ സമൂഹം രക്ഷപ്പെട്ടു വരേണ്ടത്. ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ തിന്മകളുടെയും തലപ്പത്ത് നമ്മുടെ ചെറുപ്പക്കാരായി മാറുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പിന്നെ മറ്റുള്ളവർ പറയുന്നതിൽ എന്താണ് കാര്യം? അതുകൊണ്ട്
എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് പലതവണ വീഴേണ്ടതില്ല. ഒരൊറ്റ തവണ അബദ്ധം സംഭവിച്ചാൽ മതി നാം പടുത്തുയർത്തിക്കൊണ്ടുവന്ന എല്ലാ നന്മയും ഇല്ലാതെ പോകാൻ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം ജീവിക്കാൻ. നാം അങ്ങനെ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് കൂടി അതിൻ്റെ തർബിയത്തും തസ്കിയത്തും ഇസ്ലാഹും ഒക്കെ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും എല്ലാ തരത്തിലും പെട്ട ഭൗതികവും പാരത്രികവുമായ ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും നമുക്ക് വേണ്ടപ്പെട്ടവരെക്കുറിച്ചും നമുക്ക് ബേജാറുണ്ട് തമ്പുരാനെ. നമ്മുടെ വേദനകളും ബേജാറുകളും നീ നീക്കിത്തരണമേ തമ്പുരാനെ. രോഗം മൂലം കഷ്ടപ്പെടുന്ന കുറേ ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവരായുണ്ട് റബ്ബേ. അവരുടെ രോഗം നീ ശിഫയാക്കി നൽകണേ തമ്പുരാനെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നിൻ്റെ മഹ്ലായ ഫضലുകൊണ്ട് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ജീവിതായോധനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് നീ സ്ഥൈര്യവും ഈമാനും ഇഖ്ലാസും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. റഹ്മാനായ റബ്ബേ, നമ്മളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, കുടുംബങ്ങൾ, കൂട്ടുകാർ അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. റഹ്മാനായ റബ്ബേ, നമ്മുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നൽകണേ തമ്പുരാനെ. ഇസ്ലാം അള്ളാഹുവെ, നീ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇസ്ലാം ആചരിക്കുന്ന വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشبه خلقنا بالنار ولا تجعلنا من حطب النار وإنها بئس الدار وبئس المثوى وبئس القرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. أقم الصلاة.